ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. സാറുടെ മനസ്സ് മാറിയില്ലേ? ശരവണ, നീ ഒരു പാവമാ. ഈ മനസ്സൊക്കെ മാറിയിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് ഈ ജെആറിനൊപ്പം ചിരിച്ചു കളിച്ചു വരാൻ പറ്റുന്നത്? എങ്ങനെ വേണമെങ്കിലും സംശയിക്കാം, ഈ ഭക്ഷണത്തിൽ അച്ഛനും മകനും വിഷം ചേർത്തിട്ടുണ്ടോന്ന് പോലും. സുജാത പ്ലീസ്. എടോ, ഒരുപാട് ദിവസമായി നമ്മൾ ഒരുമിച്ചിരുന്ന് എന്തെങ്കിലും കഴിച്ചിട്ട് എനിക്കെന്തോ വല്ലാതെ അത് ഫീൽ ചെയ്യുന്നുണ്ട്. ഫീലോ? അങ്ങനൊരു കാര്യം ഈ മനസ്സിനകത്തുണ്ടോ? അതൊരു വലിയ സംഭവമാണല്ലോ. എനിക്കിഷ്ടപ്പെട്ട ചില വിഭവങ്ങളുണ്ടെന്ന് നിങ്ങൾക്കറിയാം. ഏത് കണ്ടീഷനിൽ അതെന്റെ മുമ്പിൽ കൊണ്ടുവന്ന് വെച്ചാലും അത് ഞാനെടുത്ത് കഴിക്കുമെന്നും നിങ്ങൾക്കറിയാം. ഒട്ടും ഇഷ്ടമില്ലാത്തൊരു ഭക്ഷണം സ്നേഹമുള്ള ഒരാള് വിളമ്പുമ്പോ അത് അമൃതായിട്ട് തോന്നും. ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണം വെറുപ്പുള്ള ഒരാള് വിളമ്പുമ്പോ അതില് വിഷമുള്ളതായിട്ടും തോന്നും. എന്റെ അവസ്ഥ രണ്ടാമത്തേതാ. നിങ്ങളുടെയോ നിങ്ങളുടെ മകന്റെയോ സൗജന്യങ്ങൾ എനിക്ക് ആവശ്യമില്ല. എന്റെ പൊന്നച്ച, ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു? ആരെ നിർബന്ധിക്കാനൊന്നും നിൽക്കണ്ട. നമുക്ക് കഴിക്കാം. എന്തായാലും നമ്മൾ കഷ്ടപ്പെട്ട് വാങ്ങിച്ചുകൊണ്ട് വന്നതല്ലേ, അത് നമുക്ക് മനസ്സറിഞ്ഞ് വിളമ്പിത്തരാൻ ഇവിടെ നമുക്കൊരാളുണ്ട്. നിത്യേ, നിത്യേ, അമ്മ എന്താ? എല്ലാവർക്കുള്ള ഭക്ഷണമുണ്ട്, എല്ലാവർക്കും കൂടെ വിളമ്പിക്കാം. താൻ വിളമ്പിയിട്ട് കഴിക്കണമെന്നുള്ളത് അച്ഛൻ്റെയും എന്റെയും ആഗ്രഹമാണ്. എന്തുപറ്റി? പറ്റില്ലേ? പറ്റും, ഞാൻ വിളമ്പി തരാം. അച്ഛാ, ഉപദേശിക്കാണെന്ന് തോന്നരുത്. ഭാര്യമാർക്ക് സ്വാതന്ത്ര്യം കൊടുക്കുന്നതൊക്കെ നല്ലതാണ്. പക്ഷെ ചില നേരത്ത് അവരെ അനുസരിപ്പിക്കാനും നമ്മൾ പഠിക്കണം. കണ്ടോ, അച്ഛൻ സർവ്വ സ്വാതന്ത്ര്യം അമ്മയ്ക്ക് കൊടുത്തു. എല്ലാവരുടെയും മുന്നിൽ വെച്ച് അമ്മ അത് നിഷേധിക്കുകയും ചെയ്തു. പക്ഷേ ഞാൻ നിത്യക്ക് ഏറെ സ്വാതന്ത്ര്യമൊന്നും കൊടുത്തിട്ടില്ല, അതുള്ളതാ. പക്ഷേ എല്ലാവരുടെയും മുന്നിൽ വെച്ച് അവൾ എന്നെ അനുസരിച്ചു. ദാമ്പത്യത്തിന്റെ രീതി ഓരോരുത്തർക്കും ഓരോ രീതിയിലാണല്ലോ.